രാജ്യതലസ്ഥാനത്ത് വിപുലമായി ഓണാഘോഷം സംഘടിപ്പിച്ച ജനം TV റീജിയണൽ ബ്യൂറോ. ജനം TVയും ജനം സൗഹൃദവേദിയും ചേർന്ന് അത്തപ്പൂക്കളവും സദ്യയുമൊക്കെയായി നടത്തിയ ഓണാഘോഷത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. ജനം ഡൽഹി ബ്യൂറോയിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തവരെല്ലാം ഒരേ സ്വരത്തിൽ നാട്ടിലെ ഓണാഘോഷങ്ങൾ നഷ്ടമാകുമ്പോൾ ഇത്തരം മനോഹര കൂട്ടായ്മകളാണ് ആഘോഷങ്ങളുടെ കേന്ദ്രമെന്ന് പറഞ്ഞു. ജനം TV അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഭാഗമായി ഡൽഹിയിലെ പ്രമുഖരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് മറ്റൊരു ചാനലും ചെയ്യാത്തൊരു കാര്യമാണ് ജനം TV ചെയ്യുന്നത്. പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷം കൊണ്ടാടുകയാണ്. എല്ലാ ഡൽഹി മലയാളികൾക്കും എല്ലാ ജനം TV പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം നമ്മൾ ഡൽഹിയിലും ജനം കുടുംബം വളരെ വിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഒട്ടനവധി കുടുംബങ്ങളും കുടുംബയോഗങ്ങളൊക്കെ ഉള്ള ഡൽഹിയിൽ ഈ ഓണം എന്നുള്ളത് ഈ ചിങ്ങമാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല. മൊത്തം ഓഗസ്റ്റ് സെപ്റ്റംബർ മുഴുവൻ ഓണാഘോഷങ്ങളാണ്. ജനം ഡൽഹി ബ്യൂറോയിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തവരെല്ലാം ഒരേ സ്വരത്തിൽ നാട്ടിലെ ഓണാഘോഷങ്ങൾ നഷ്ടമാകുമ്പോൾ ഇത്തരം മനോഹര കൂട്ടായ്മകളാണ് ആഘോഷങ്ങളുടെ കേന്ദ്രമെന്ന് പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് മലയാളികൾ ആഘോഷിക്കുന്ന ഡൽഹിയിലാണ്. കാരണം ആ ഓണാഘോഷത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഞങ്ങൾ ഗൃഹാതുരത്വത്തിൻ്റെ ആ ഒരു ഓർമ്മയാണ്. നമുക്ക് എന്താണോ നഷ്ടപ്പെടുന്നതെന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഓണാഘോഷം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നത്. മാവേലി നാട് വാണിടുംകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അത് നമ്മളുടെ എല്ലാ മലയാളികളുടെ ഒരു സ്വപ്നമല്ലേ. അത് സാകാരമാവട്ടെ എന്നുള്ള പ്രാർത്ഥന ഈ ഓണത്തിന്. ഡൽഹിയിലെ വിവിധ മേഖലകളിലെ സജീവമായ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം ഓണാഘോഷങ്ങൾ വേറിട്ടതാക്കി. ഡൽഹിയിലെ ജനത്തിൻ്റെ ഉത്സവം ഞങ്ങളുടെ സംഘടനകളുടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ആഘോഷമായിട്ട് തന്നെ കണക്കാക്കണം. ഡൽഹിയിലെ ജന ഓണാഘോഷത്തിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പ്രതീകമായ ഈ ഓണത്തിൽ എല്ലാവരും നന്നായി സന്തോഷമായിരിക്കട്ടെ. കേവലം ഓണാഘോഷം എന്നതിനപ്പുറം സാംസ്കാരിക സമ്മേളനമായി ജനം ഡൽഹി ബ്യൂറോയിലെ ഓണാഘോഷം മാറി. ഈ വിജയദശമിക്ക് നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ നമ്മൾ ലോഞ്ച് ചെയ്യും ഡൽഹിയിൽ. അപ്പോൾ നമുക്ക് പ്രൈം മിനിസ്റ്ററോട് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ വളരെ നല്ല പുരോഗതിയിലേക്ക് കൊണ്ടുപോകും. അതിൽ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. ജൻസിയുടെ ഈ പ്രശ്നം നാഷണൽ മീഡിയ ഏറ്റെടുത്തത് കൊണ്ടല്ല ഇത്രയും പ്രശ്നം ഉണ്ടായത്, മറിച്ച് അവർ ഈ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ഈ സംഭവം ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് മാറിയത്. ഇതിൻ്റെ ഏത് സംഘടനയുടെ കാര്യകർത്താക്കൾക്കും എന്തെങ്കിലും ഒരു പരിപാടിയുണ്ട്. ഈ അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടിയുണ്ട്. ഇതിനൊക്കെ നമുക്ക് നന്ദനയോ ഇവർ ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടുമായിട്ട് ഓടിയെത്തുന്നുണ്ട്. ഇന്ന് ഞാനൊരു ഇത് കണ്ടത്, ഈ മാവേലി ഒരു ഇതിൽ കണ്ടത്, മാവേലി ഭരിച്ചിരുന്നത് കായംകുളത്തായിരുന്നു. ജനം സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. ടീം ജനം, ഡൽഹി.